നമ്മളിപ്പം നമ്മളുടെ ലൈസൻസ് PVC കാർഡിൽ അടിക്കാനായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് കളക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാവരും ക്ഷീണിച്ചിട്ടുള്ളതല്ലേ, അത് മനസ്സിലാവുന്നുണ്ട്. സോ ഫൈനലി നമുക്ക് നമ്മുടെ ലൈസൻസ് കിട്ടി. ഭയങ്കര സന്തോഷമായി. ആക്ച്വലി ഇത് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് അന്ന് വൈകിട്ട് 4 മണിയാകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇതേപോലെ PVC കാർഡിൽ നമുക്കിപ്പോൾ ലൈസൻസ് എടുക്കാൻ പറ്റും അന്ന് വൈകിട്ട് തന്നെ. ആൻഡ് ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. ബിക്കോസ് ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരു പെർഫെക്റ്റ് ടൈം നോക്കി എനിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം എനിക്ക് കോളേജുമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് സത്യത്തിൽ. ആൻഡ് 8 എടുക്കുന്നത് എനിക്ക് കാറിൻ്റെ കാര്യത്തിൽ അന്ന് ഒന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് 2 വീലറിൻ്റെ കാര്യത്തിൽ, കാരണം എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതിരുന്ന ഒരാളാണ്. സോ അപ്പോൾ എനിക്കിത് അച്ചീവ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ മൈ സെൽഫ്. ആൻഡ് യാ, സോ ഫൈനലി വി മെയ്ഡ് ഇറ്റ്. സോ അങ്ങനെ ഇന്ന് നമ്മളുടെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ചേട്ടനും ചേച്ചിക്കുമൊക്കെ നമ്മളൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. സോ അവരിപ്പോൾ വരും. ആൻഡ് നമുക്ക് അപ്പോൾ കാണാം. ഓക്കെ, ഫൈനലി മന്തിയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തു. ബിക്കോസ് നമ്മൾ സൂപ്പൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സൂപ്പ് നമ്മുടെ മിക്ക ഹോട്ടൽസിൽ ഇപ്പോൾ LPG ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അവർ മെനു ഒക്കെ കട്ട് ഡൗൺ ചെയ്തേക്കാം. സോ വി തോട്ട് നമുക്ക് മന്തി ആക്കാമെന്ന്. ഇപ്പം നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ആക്ച്വലി. ഷംന, എന്താ ലൈസൻസ് കിട്ടിയതിൽ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോന്നോ? സത്യം നല്ല സന്തോഷമുണ്ട്. പാരൻസിന് അതിനെക്കാട്ടിൽ ഹാപ്പിയാണ്. എൻ്റെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാവർക്കും. കാരണം കുറേ ഡിലേ ആയല്ലോ അല്ലേ നമ്മൾ എടുക്കാനായിട്ട്. ഡിലേ ആയും ചെയ്തു. അത് മാത്രമല്ല, ഈ ക്ലാസ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് പോവും, എന്താ പറയുക, കാർ ഓടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നു. രാവിലെ രാവിലെ നമ്മൾ 5 മണിക്കൊക്കെ എണീറ്റ് ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ടല്ലേ, വൈകിട്ട് സമയം കിട്ടാത്തതുകൊണ്ട്. നല്ല, അതായത് വെളുപ്പിന്, അതായത് വെളിച്ചം പോലും വെച്ചിട്ടുണ്ടാവില്ല. അതിന് മുന്നേ നമ്മൾ പോവായിരുന്നു. വൈകിട്ടും കോളേജ് കഴിഞ്ഞ് ടയേർഡായിട്ടൊക്കെ നമ്മൾ പോയായിരുന്നു അല്ലേ. അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടിയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷം. ചിലർക്ക് ഇത് ഭയങ്കര ചെറിയ കാര്യമായിട്ട് തോന്നില്ല, പക്ഷെ നമുക്ക് അത് കിട്ടുന്ന മൊമെന്റ് വരെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് എത്രയും പ്രയത്നത്തിന്റെ ഒരു ഫലമായിട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ചെറിയ കാര്യം. ഡെഫിനറ്റ്ലി ഐ ആം സോ ഹാപ്പി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയതിൽ ദാറ്റ്സ് എ ബോണസ് പോയിന്റ്. ഓക്കെ, ശ്രേയ നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു. എനിവേ, ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിങ്ങിന് പോയ എക്സ്പീരിയൻസ്? ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടുത്ത ലൈസൻസാണ്. പിന്നെന്താ, കുറേ മതിലൊക്കെ ഇടിച്ചിട്ട്, പക്ഷെ മതിൽ പൊളിഞ്ഞില്ല. ശ്രേയക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് കിട്ടിയില്ല. അങ്ങനെ നേരെ ഒരു മതിലിലേക്ക് പോകാൻ പോയി, പക്ഷെ എങ്ങനെയൊക്കെയോ അങ്ങ് ഓഫ് ആക്കി വണ്ടി അല്ലേ. അതുകൊണ്ടൊരു വലിയ അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഫേസിന്ന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോൾ പ്രൗഡാണ്. അതെ അല്ലേ. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ടെൻഷൻ അടിച്ചാൽ കിട്ടാൻ ചാൻസ്? ടെൻഷൻ അടിക്കാണ്ട് പോകാൻ ബെറ്റർ അല്ലേ. അടിച്ചു പോയാൽ അത് കിട്ടാൻ നിൽക്കാൻ. ആക്ച്വലി നമ്മൾ 2-3 പേരുണ്ടായിരുന്നോണ്ട് നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് നിന്നുകൊണ്ട് അത്ര ടെൻഷൻ ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനെ എടുത്തു. ഒറ്റയ്ക്കൊക്കെ പോയാൽ നമ്മൾ ടെൻഷൻ ആവും. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സോ ഞാൻ വിചാരിച്ചു ആ സമയത്ത് എൻ്റെ കുറച്ച് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാമെന്നേ വിചാരിച്ചു. സോ ഞാൻ റൈറ്റ് നൗ ഞാനിവിടെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ PG കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഡ്രൈവിങ്ങിന് പോകാമെന്നൊക്കെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ തീരുമാനിച്ചു. പക്ഷേ ആ സമയത്ത് നമ്മുടെ എക്സാം നേരത്തെ കയറി വന്നുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല.
സോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയർ ആവാൻ കാത്തിരുന്നു ഡ്രൈവിങ്ങിന് പോകണം എന്ന്. ബിക്കോസ് ഞാൻ എൻ്റെ മൈൻഡിൽ 2025 എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിലൊരു ടാർഗറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2025 നവംബറിലാണ് ആക്ച്വലി നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കണമെന്ന ഒരു ജേർണിയിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മൾ ലേണേഴ്സിനൊക്കെ അപ്ലൈ ചെയ്തു. ഞങ്ങളുടെ ലേണേഴ്സ് ഡിസംബർ 2025 കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും നമ്മളുടെ ഫസ്റ്റ് ഡേറ്റ് വരുന്നത് ജാനുവരി 29 പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതേ സമയത്ത് അതേ ദിവസം നമ്മളുടെ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാംസ് വെച്ചു. അപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ല, നമുക്ക് ഇൻറ്റേർണൽ എക്സാം മാറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് മാറ്റി. ഈ ടെസ്റ്റ് ഡേറ്റ് മാറ്റിയുള്ള പ്രശ്നം നമ്മൾ അതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതൊന്ന് ബ്രേക്ക് ആവും. പിന്നെ ആ ഒരു ഫ്ലോ, ഈ 8 എടുക്കുന്ന ഫ്ലോ ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ രണ്ടാമത് ഒരു സെക്കൻഡ് ഫേസ് പോലെയാണ് നമ്മൾ ഡ്രൈവിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായൊരു പ്രോബ്ലം, നമ്മൾ അതുവരെ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു പെട്ടൊക്കെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എടുത്തുകൊണ്ടിരുന്നതൊക്കെ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഒന്നേന്ന് തുടങ്ങുന്ന പോലൊരു ഫീൽ എനിക്കന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേ, കാറിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ടാസ്ക്കായിട്ട് തോന്നിയത് 2 വീലർ ഓടിക്കുന്നതായിരുന്നു. സൈക്കിൾ ബാലൻസ് കൂടി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്രയും ബുദ്ധിമുട്ട് തോന്നിയത്. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 8 എടുക്കാൻ ഞാൻ പെർഫെക്റ്റ് ആയി എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരു 4 ദിവസം മുന്നേ ആണ്. അന്ന് തൊട്ടാണ് ഞാൻ പക്കയായിട്ട് 8 എടുത്തുകൊണ്ടിരുന്നത്. അതിന് മുന്നേയൊക്കെ ഞാൻ 8 ഒരു തവണ എടുത്തെന്നിരിക്കും, പക്ഷേ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ഞാൻ കാല് കുത്തും, അല്ലെങ്കിൽ വണ്ടി മറിയുന്ന പോലെ തോന്നും. ലാസ്റ്റ് ആയപ്പോൾ പക്ഷേ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഓക്കെ ഇത് കിട്ടും, അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നത് എനിക്ക് ലാസ്റ്റ് ടൈമിലേക്കാണ്. പിന്നെ ഞാൻ ആക്ച്വലി ഇത് അധികം ആൾക്കാരോട് സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനോടും അമ്മയോടും അല്ലാണ്ട് ഞാൻ വേറെ അധികം ആളുകളോടും ആരോടും ഞാൻ ഡ്രൈവിങ് പോകുന്നുണ്ടെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ പഠിച്ചത് ഇവിടെ ട്രിവാൻഡ്രത്തായതുകൊണ്ട്, ഇവിടെ ട്രിവാൻഡ്രത്താണ് ഞാൻ ലൈസൻസ് എടുത്തേക്കുന്നത്. അക്കുളത്തുള്ള ശ്രീശിവ ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ, ബിക്കോസ് അവിടെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. ഓണസ്റ്റ്ലി ഞാൻ അവിടെ 2 വീലർ ഞാൻ എൻ്റെ സ്വന്തം വണ്ടി പോലെയാണ് ഞാൻ അവിടെ ഓടിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല, സ്റ്റോപ്പ് ചെയ്ത് ഇനി മതി, നാളെ മതി, അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ല. എനിക്ക് എപ്പോൾ ടയർഡാവുന്നു അപ്പോഴാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് നിർത്തിക്കൊണ്ടിരുന്നത്. അതിലൊരു പെട്രോളിൻ്റെ കണക്കോ ക്യാഷിൻ്റെ കണക്കോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഐ ഫെൽ മോർ ലൈക്ക് എ ഫാമിലി ദെയർ. എനിക്ക് അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ പേഷ്യൻ്റായിട്ട്, ഇനി കാർ ഓടിക്കുമ്പോഴായാലും ആ പേഷ്യൻസ് അവരുടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അമ്മാതിരി പൊട്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ് ഫേസിൽ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി പോലെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അവർക്കൊരു ട്രീറ്റ് കൊടുക്കണം നമ്മളുടെ ഉള്ളിൽ തന്നെ തോന്നി നമ്മളവരെ വിളിച്ചതും ഇപ്പോൾ ഇങ്ങനൊരു ഗ്യാതറിങ്ങും. സോ എങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഇനി കുറേ ബിറ്റ്സ് ഒക്കെ കാണാം അല്ലേ, നമ്മൾ ഡ്രൈവിങ്ങിന് പോയ സമയത്തും 8 എടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. പോയിന്റ് പോയി.
എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് ബാക്കിൽ. ആ തലയൊന്ന് കാണിക്കുമോ? ഓക്കെ, അവരും ഉണ്ട്. അല്ല വണ്ടി മൂവ് ആവട്ടെ, ഒരിക്കലും നിർത്തി ഓടിക്കരുതേ. ഞാൻ ആ വരുന്നതിനനുസരിച്ച് അങ്ങനെ ഓടിച്ചോട്ട് വരട്ടെ വരട്ടെ. നമ്മൾ എച്ചിൻ കണക്ക് സ്ട്രെയിറ്റ് ആവട്ടെ. ഇപ്പം ആയില്ലേ? ഈ 2 റൗണ്ടൊക്കെ ഫസ്റ്റ് ഇട്. ഓട്ടെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഫുൾ ഓടിഞ്ഞാൽ 2 റൗണ്ട് കറക്കി വീര് നേരെ ആവാൻ. ലെഫ്റ്റ് എന്നിട്ട് ഫ്രണ്ടിലോട്ട് നോക്കി അത് സ്പീഡിൽ